ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റി 2 മുതലുള്ളതാണ് നോക്കുന്നത്. റൈറ്റ് എ ന്യൂസ് ആർട്ടിക്കിൾ റിപ്പോർട്ടിംഗ് ദ ക്യാവോസ് ദാറ്റ് ഇറപ്റ്റഡ് വെൻ ദ നറേറ്റർ അറ്റംപ്റ്റഡ് ടു മൂവ് ദി റോഡ് എൻജിൻ. ന്യൂസ് ആർട്ടിക്കിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ക്യാവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ ഡിസോർഡേർഡായിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം. ദാറ്റ് ഇറപ്റ്റഡ്, അതായത് പെട്ടെന്ന് അങ്ങനെ ആക്സിഡൻ്റലി നടന്നത്. വെൻ ദ നറേറ്റർ അറ്റംപ്റ്റഡ് ടു മൂവ് ദി റോഡ് എൻജിൻ മൂവ് ചെയ്യാനായിട്ട് നറേറ്റർ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന ഡിസോർഡേർഡായിട്ട് നടന്ന ഒരുപാട് ബഹളങ്ങളുണ്ടല്ലോ, അത് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ന്യൂസ് ആർട്ടിക്കിൾ ആണ് എഴുതേണ്ടത്. ഹെഡിങ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് കൊടുത്തു. അതിന് താഴെ ഹെഡ്ലൈൻ കൊടുക്കണം. റോഡ് എൻജിൻ ആക്സിഡൻറ്റ് കോസസ് ക്യാവോസ് ഇൻ ടൗൺ, നറേറ്റർ ഹെൽഡ് റെസ്പോൺസിബിൾ. ഇവിടെ നറേറ്ററിന് പേരില്ലാത്തതുകൊണ്ടാണ് ഞാൻ നറേറ്റർ എന്ന് തന്നെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ബൈ എന്നെഴുതിയിട്ട് ആരാണ് ഈ ആർട്ടിക്കിൾ എഴുതുക, ആളുടെ പേര് എഴുതണം. നോക്കിയേ, chaos broke out yesterday afternoon when a local resident attempted to move a road engine he had won in a lottery at the Gaiety Land Carnival. chaos എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഡിസോർഡേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. എപ്പോൾ? യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ. എങ്ങനെയാണ്? വെൻ എ ലോക്കൽ റെസിഡൻറ്റ്, ലോക്കലി ഉള്ളൊരു ആൾ അറ്റംപ്റ്റഡ് ടു മൂവ് എ റോഡ് എൻജിൻ, ഒരു റോഡ് എൻജിൻ മൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോഴാണ്. ഹി ഹാഡ് വോൺ ഇൻ എ ലോട്ടറി അറ്റ് ദ ഗേറ്റി ലാൻഡ് കാർണിവൽ. ഗേറ്റി ലാൻഡ് കാർണിവലിൽ ലോട്ടറി ആയിട്ട് കിട്ടിയ ഈ റോഡ് എൻജിൻ മൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ടായത്. ദ ഇൽ ഫേറ്റഡ് മൂവ് ലെഡ് ടു ദ റോഡ് എൻജിൻ careening out of control, crashing into and demolishing a significant portion of a compound wall on the opposite side of the street. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന വാക്കുകളുടെ മീനിങ്സ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ വാക്കിന് പകരം വേറെ വാക്ക് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദ ഇൽ ഫേറ്റഡ് മൂവ് ലെഡ് ടു ദ റോഡ് എൻജിൻ careening ഔട്ട് ഓഫ് കൺട്രോൾ. careening എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യില്ലേ, അൺകൺട്രോൾഡ് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് പോയി മൂവ് ചെയ്യില്ലേ. കാറും ബൈക്കൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബാലൻസ് പോയിട്ട് പെട്ടെന്ന് കൺട്രോൾ പോയിട്ട്, അതിനെയാണ് ഈ careening എന്ന് പറയുന്നത്. ക്രാഷിങ് ഇൻ ടു ആൻഡ് ഡിമോളിഷിങ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് എ കോമ്പൗണ്ട് വാൾ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? അത് മൊത്തം ഡിമോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, പൊടിയാക്കി കളഞ്ഞു. ഒരു വാളിൻ്റെ നല്ലൊരു ഭാഗം നശിപ്പിച്ചു. ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ വാൾ നശിപ്പിച്ചത്. ഐ വിറ്റ്നസ്സസ് ഡിസ്ക്രൈബ്ഡ് ദ സീൻ ആസ് പാൻറ്റമോണിയം. അവിടെ കണ്ടുന്ന ആളുകൾ ഈ സീനിനെ പാൻറ്റമോണിയം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായ ഒരു മൊത്തം ഉണ്ടായ ഒരു ക്യാവോസ്, അതായത് ഇങ്ങനെ ഡിസോർഡേഡ് ആയിട്ടുള്ളൊരു സംഭവം. ആസ് ദ ഹെവി റോഡ് എൻജിൻ വോബിൾഡ് ആൻഡ് സിഗ്സാഗ്ഡ് അൺപ്രെഡിക്റ്റബിളി ഡൗൺ ദ റോഡ് ബിഫോർ സ്ലാമിങ് ഇൻ ടു ദ വാൾ. ഒരു ഹെവി റോഡ് എൻജിൻ എന്ത് സംഭവിച്ചു? അതിങ്ങനെ വോബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ ആടി ഉലഞ്ഞ് ഇങ്ങനെ അങ്ങനെ ചെന്ന് സിഗ്സാഗ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി. അൺപ്രെഡിക്റ്റബിളി ഡൗൺ ദ റോഡ് ബിഫോർ സ്ലാമിങ് ഇൻ ടു ദ വാളിൽ ചെന്ന് ഇടിക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ സിഗ്സാഗ്ഡ് ആയിട്ട് അങ്ങോട്ടൊക്കെ പോയി. ഇറ്റ് വാസ് ലൈക്ക് വാച്ചിങ് എ വൈൽഡ് ബീസ്റ്റ് ഓൺ ദ ലൂസ്, സെഡ് വൺ വിറ്റ്നസ്. അതായത് ഒരാൾ പറഞ്ഞത് എന്താണ്, കണ്ടെന്ന് ഒരാൾ പറഞ്ഞു, ശരിക്കും പറഞ്ഞൊരു വൈൽഡ് ബീസ്റ്റ്, ഒരു വൈൽഡ് അനിമൽ ഇങ്ങനെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ ചില വൈൽഡ് അനിമൽസ്, അതുപോലെയാണ് തോന്നിയത്. ഒരു വൈൽഡ് ബീസ്റ്റ് ഓൺ ദ ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആനിമൽ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഇടയ്ക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ആ പ്രശ്നമില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. വി ഡിഡ്ന്റ് നോ വാട്ട് വാസ് ഹാപ്പനിങ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. ദ നറേറ്റർ ഹു ഹാഡ് enlisted the help of a temple elephant and 50 coolies for the move was subsequently held responsible for the damage caused to the compound wall. അപ്പോൾ ഇവിടെ നമ്മുടെ നറേറ്റർ എന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന ആ ആളാണ് ഇതിൻ്റെ ഉത്തരവാദി. ടെമ്പിളിലെ എലിഫൻറ്റിൻ്റെ ഹെൽപ്പ് ചോദിച്ചു, കൂലീസിനെ ഏർപ്പെടുത്തി, 50 കൂലീസിനെയാണ് മൂവ് ചെയ്യാൻ ഏർപ്പെടുത്തിയിട്ട്. ഇവരൊക്കെയാണ് ഇതിന് ഉത്തരവാദിയായിട്ട് മാറിയത്. അതോറിറ്റീസ് took the narrator into custody, requiring him to agree to rebuild the damaged wall within 30 days to avoid further legal റീപെർക്കഷൻസ്. അതായത് അതോറിറ്റീസ് ഈ നറേറ്ററിനെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് എഴുതി വാങ്ങിച്ചത്? റീബിൽഡ് ചെയ്യണം, ആ ഒരു ഡാമേജ്ഡ് വാള്
റീബിൽഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നിട്ടോ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്? ടു അവോയ്ഡ് ഫർദർ ലീഗൽ റീപെർക്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ലീഗലായിട്ടുള്ള ആ ഒരു ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അതിനെയാണ് ഈ റീപെർക്യൂഷൻസ് എന്ന് പറയാം. In an unexpected twist, the situation was later resolved when an earthquake struck the town. പെട്ടെന്നാണ് ഒരു ട്വിസ്റ്റ് കഥയിൽ വന്നത്. പെട്ടെന്ന് അവിടെ ഒരു earthquake സംഭവിച്ചു, causing the errant road engine to tumble into a disused well. ആ ഒരു റോഡ് എഞ്ചിൻ എന്ത് സംഭവിച്ചു? അത് ഒരു ഡിസ്യൂസ്ഡ് വെല്ലിലേക്ക്, ഒരു ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കിണറിലേക്ക് പോയി വീണു. The owner of the property was reportedly pleased to have the well covered and even promised to pay off all the narrator's debts as a result of this turn of events. ആ വെല്ലിൻ്റെ ഓണർ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? ആ ഒരു സംഭവം അങ്ങനെ ആ ഒരു കിണർ മൂടാൻ പറ്റിയത് കൊണ്ട് അദ്ദേഹം ഓക്കെ ആയി, ഹാപ്പിയായി. നറേറ്ററിൻ്റെ എല്ലാ ബാധ്യതകളും അടിച്ചു തീർത്തോളാം എന്ന് പറഞ്ഞു. Local residents are still talking about the bizarre incident, with many finding humor in the narrator's misadventures with the road engine. ആളുകൾ ഇപ്പോഴത്തെ ഒരു കോമഡി സംഭവമായിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ആർട്ടിക്കിൾ. നിങ്ങൾക്ക് ഈ പറയുന്ന ആർട്ടിക്കിൾ തന്നെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ എഡിറ്റ് ചെയ്തിട്ട് വാക്കുകളൊക്കെ ഈസി ആയിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിതിനെ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Let's perform activity 1. Artificial Intelligence, AI and Human Stupidity. Yuval Noah Harari. ഇവിടെ നോക്കിയേ. I believe that at least in the next few decades we wouldn't need to worry about robots taking over the world. ഇവിടെ ഈ റൈറ്റർ പറയുന്നതാണ്, അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് വരെ നമുക്ക് വറീഡ് ആവണ്ട റോബോട്ട്സിനെ കുറിച്ച്. വൈൽ വി വിൽ യൂസ് കമ്പ്യൂട്ടേഴ്സ് ടു ഹെൽപ്പ് ആസ് മേക്ക് ഡിസിഷൻ. നമ്മൾ കമ്പ്യൂട്ടേഴ്സാണ് ഉപയോഗിക്കുക ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ദിസ് കമ്പ്യൂട്ടേഴ്സ് വോണ്ട് ഹാവ് ഫീലിങ്സ് ഓർ കോൺഷ്യസ്നെസ്. കമ്പ്യൂട്ടറിന് ഫീലിങ്സോ അങ്ങനെ ഒരു കോൺഷ്യസ്നെസ്സോ ഒന്നുമില്ല. മോഡേൺ സയൻസ് ഫിക്ഷൻ സംടൈംസ് മിക്സസ് അപ്പ് ഇൻ്റലിജൻസ് വിത്ത് കോൺഷ്യസ്നെസ്. മോഡേൺ സയൻസ് ചിലപ്പോഴൊക്കെ ഇൻ്റലിജൻസും കോൺഷ്യസ്നെസ്സും, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ഫീൽ ചെയ്യാനുള്ള കഴിവ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും. ഇൻ മൂവീസ് എ റോബോട്ട് മൈറ്റ് ബിക്കം കോൺഷ്യസ് ആൻഡ് ട്രൈ ടു ഡിസ്ട്രോയ് ഹ്യൂമൻസ് ഓർ ഫോൾ ഇൻ ലവ് വിത്ത് ദം. മൂവീസിൽ നമുക്ക് കാണാം റോബോട്ട് ചിലപ്പോൾ കോൺഷ്യസ് ആയിട്ട് ആളുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അതിൽ ആളുകളായിട്ട് ലവ് ആവാൻ ശ്രമിക്കാറുണ്ട്. ബട്ട് ഇൻ റിയൽ ലൈഫ് ദർ ഇസ് നോ റീസൺ ടു ബിലീവ് ദറ്റ് കമ്പ്യൂട്ടേഴ്സ് വിൽ ഡെവലപ്പ് ഫീലിങ്സ്. പക്ഷേ കമ്പ്യൂട്ടേഴ്സിന് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, എയർപ്ലെയിൻസ് ഫ്ലൈ ഫാസ്റ്റർ ദാൻ ബേർഡ്സ്. അല്ലേ, പ്ലെയിൻസ് എന്താണ്, ബേർഡ്സിനെയൊക്കെ ഫാസ്റ്റായി ഫ്ലൈ ചെയ്യും വിത്തൗട്ട് ഫെതേഴ്സ്. ആൻഡ് കമ്പ്യൂട്ടേഴ്സ് സോൾവ്സ് പ്രോബ്ലംസ് വിത്തൗട്ട് ഫീലിങ്സ് ഓർ ഇമോഷൻ. അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സ് ഫീലിങ്സും ഇമോഷൻസും ഒന്നും ഇല്ലെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്തോളും. ദ റിയൽ ഡേഞ്ചർ ഇസ് നോട്ട് റോബോട്ട്സ് ടേക്കിംഗ് ഓവർ. ശരിക്കുള്ള ഡേഞ്ചർ എന്ന് പറയുന്നത് റോബോട്ട്സ് ടേക്ക് ഓവർ ചെയ്യുന്നതല്ല, ബട്ട് റാദർ ദാറ്റ് AI മൈറ്റ് ബി യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് പീപ്പിൾസ് ഇമോഷൻസ്. AI മറ്റുള്ളവരുടെ ഇമോഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. കൺവിൻസിങ് സമ്മൺ ടു ബൈ സംതിങ് ഓർ സപ്പോർട്ട് എ സർട്ടൻ ഐഡിയ. അതായത് മറ്റുള്ളവരെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഐഡിയനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ AI ആളുകൾ ഉപയോഗിക്കും. ദിസ് ഈസ് ഓൾറെഡി ഹാപ്പനിങ്. ഇപ്പോൾ നടക്കുന്നുണ്ടത് വേർ ഡാറ്റ ഫ്രം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് വോട്ടേഴ്സ് ഇൻ ഇലക്ഷൻസ് ഓർ കൺസ്യൂമേഴ്സ് ഇൻ മാർക്കറ്റ്. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഡാറ്റ വെച്ചിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതും ഇലക്ഷനിലൊക്കെ മാർക്കറ്റിലെ ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ. ഇഫ് യു ആർ നോട്ട് കെയർഫുൾ വി മൈറ്റ് എൻഡ് അപ്പ് വിത്ത് പീപ്പിൾ ഹൂ മിസ്യൂസ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ഇൻ വേസ് ദാറ്റ് ഹാം ദംസെൽസ് ആൻഡ് അതേഴ്സ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആളുകൾ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് മിസ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ ചെന്നെത്തും. അത് നമുക്കും ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് വൈൽ ടെക്നോളജി ക്യാൻ ബി ഹെൽപ്ഫുൾ വി മസ്റ്റ് ഓൾസോ വർക്ക് ഓൺ ബിക്കമിങ് ബെറ്റർ മോർ തോട്ട്ഫുൾ ഹ്യൂമൻസ്. ടെക്നോളജി നന്നായിട്ടൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് വരുമ്പോൾ നമ്മളും എന്താ പറയുക, കൂടുതൽ തോട്ട്ഫുൾ ആയിട്ടുള്ള ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഹ്യൂമൻസ് ആവാനായിട്ട് ശ്രമിക്കണം. അതിന് നമ്മൾ വർക്ക് ചെയ്യണം. ലെറ്റ്സ് അനലൈസ് ദ എബോ പാസേജ്. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മൈറ്റ് ഹെൽപ്പ് യു. ഈ മുകളിൽ നിന്ന് പാസേജ് നമ്മൾ നോക്കാനാണ് പറഞ്ഞത്. ഹൗ ഡു യു തിങ്ക് ടെക്നോളജി ഈസ് ഗോയിങ് ടു ചേഞ്ച് ദ വേൾഡ്? എങ്ങനെയാണ് ടെക്നോളജി വേൾഡിനെ ചേഞ്ച് ചെയ്യുന്നത്? ടെക്നോളജി ഈസ് ലൈക്ലി ടു കണ്ടിന്യൂ ട്രാൻസ്ഫോമിങ് ദ വേൾഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് വേസ്. ടെക്നോളജി വേൾഡിനെ പല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യും. അക്കോർഡിംഗ് ടു യുവൽ നോവ ഹരാരി, വി വിൽ യൂസ് കമ്പ്യൂട്ടേഴ്സ് ടു ഹെൽപ്പ് മേക്ക് ഡിസിഷൻസ്. അല്ലേ, കമ്പ്യൂട്ടേഴ്സ് നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ആൻഡ് AI മൈറ്റ് ബി യൂസ് ടു മാനിപ്പുലേറ്റ് പീപ്പിൾസ് ഇമോഷൻ ത്രൂ ഡാറ്റ. AI എന്തിനാണ് ഉപയോഗിക്കുക?
ആളുകളുടെ ഇമോഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഡാറ്റ വഴി ഫ്രം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് വോട്ടേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. അങ്ങനെ വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് AI നമ്മളെപ്പറ്റി അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ പ്രിഫറൻസിനെ പറ്റി മനസ്സിലാക്കുന്നതും അതുപയോഗിച്ചിട്ട് വോട്ടിങ്ങിനെയും എഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള നമ്മുടെ ആ ഒരു കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു പ്രൊഡക്റ്റ് മേടിപ്പിക്കുന്നതൊക്കെ AIയുടെയൊക്കെ ഇൻഫ്ലുവൻസ് ആണ്. Will computers develop feelings? Why or why not? According to Harari, computers won't develop feelings or consciousness like humans do. അല്ലേ, കമ്പ്യൂട്ടേഴ്സിന് അങ്ങനെ ഫീലിങ്സും കോൺഷ്യസ്നെസ്സും ഒന്നും ഇല്ല ഹ്യൂമൻസിനെ പോലെ. He distinguishes between intelligence and consciousness. അല്ലേ, അദ്ദേഹത്തിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയുന്നുണ്ട്. കമ്പ്യൂട്ടേഴ്സ് സോൾവ് പ്രോബ്ലംസ് വിത്തൗട്ട് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. കമ്പ്യൂട്ടേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇമോഷൻസും ഫീലിങ്സും ഒന്നും ഇല്ലാണ്ടാണ്. ജസ്റ്റ് ലൈക്ക് എയർപ്ലെയിൻസ് ഫ്ലൈ വിത്തൗട്ട് ഫെതേഴ്സ്. എയർപ്ലെയിൻസ് ഫെതേഴ്സ് ഇല്ലാതെ ഫ്ലൈ ചെയ്യുന്ന പോലെ. How is AI used to manipulate people's emotions? എങ്ങനെയാണ് AI പീപ്പിളിൻ്റെ ഇമോഷൻസ് മാറ്റാനും തിരിക്കാനും ഒക്കെ ഉപയോഗിക്കാം? Harari notes AI can be used to manipulate people's emotions using data from social media. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. എന്തിനാ? ടു ഇൻഫ്ലുവൻസ് വോട്ടേഴ്സ് ഇൻ ഇലക്ഷൻസ് ഓർ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ്. നേരത്തെ പറഞ്ഞാണ്, ദിസ് ഈസ് ഓൾറെഡി ഹാപ്പനിങ്. ആളുകളിനെ വോട്ട് ചെയ്യുമ്പോഴുള്ള ആ ഇൻഫ്ലുവൻസും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും, ആ ഡാറ്റയിൽ നിന്ന്. അതുപോലെ സാധനങ്ങൾ കൺസ്യൂമേഴ്സ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോഴും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആർ വി റിലൈങ് ടു മച്ച് ഓൺ ടെക്നോളജി? വൈ? നമ്മൾ ടെക്നോളജിയിൽ ഒരുപാട് റിലൈ ചെയ്യുന്നുണ്ടോ, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? Harari implies we need to be careful about how technology, specifically powerful computers and AI are used. നമ്മൾ ശരിക്കും കെയർഫുൾ ആയിരിക്കണം ടെക്നോളജി അതേപോലെ കമ്പ്യൂട്ടേഴ്സ് AI ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. മിസ്യൂസ് ക്യാൻ ഹാം ourselves and others. മിസ്യൂസ് ചെയ്താൽ നമുക്കും ബുദ്ധിമുട്ടുണ്ടാവും, മറ്റുള്ളവർക്കും. He emphasizes the importance of working on becoming better, more thoughtful humans. അദ്ദേഹം അതിൽ പറയുന്നത് നമ്മളെങ്ങനെ കൂടുതൽ thoughtful humans ആവാം എന്നുള്ളതിൽ വർക്ക് ചെയ്യാനാണ്. അലോങ്സൈഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. ടെക്നോളജിയിൽ ഇങ്ങനെ അഡ്വാൻസ്മെൻറ്റ്സ് ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നതും പോലെ തന്നെ നമ്മളും മാറ്റങ്ങൾ വരണം ഹ്യൂമൻസിനും. ഹൗ ക്യാൻ വി റീറ്റെയിൻ അവർ ഹ്യൂമാനിറ്റി ഇൻ ദിസ് ഇയർ ഓഫ് ഇവോൾവിങ് ടെക്നോളജി? എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമാനിറ്റി നിലനിർത്താൻ പറ്റുക ഇങ്ങനെ ടെക്നോളജി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ? Harari suggests that while technology can be helpful, we must work on becoming better, more thoughtful humans. നേരത്തെ പറഞ്ഞു തന്നെയാണ്, ടെക്നോളജി ഹെൽപ്ഫുൾ ആകുമ്പോൾ നമ്മൾ ബെറ്റർ ഹ്യൂമൻസ് ആവാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ദിസ് ഇംപ്ലൈസ് ഫോക്കസിങ് ഓൺ ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. തോട്ട്ഫുൾനെസ് ആൻഡ് പെർഹാപ്സ് എത്തിക്കൽ കൺസിഡറേഷൻസ്. എത്തിക്കലി നമ്മൾ ഇൻ ഹൗ വി യൂസ് ടെക്നോളജി ടു റീറ്റെയിൻ അവർ ഹ്യൂമാനിറ്റി. നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക, ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം, എത്തിക്കലി ഉപയോഗിക്കാൻ നോക്കാം. നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഹ്യൂമൻസിന് വാല്യൂ കൊടുക്കുക, ഹ്യൂമൻ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയെല്ലാം ശ്രദ്ധിച്ച് ആലോചിച്ച് വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ. ഇനി നെക്സ്റ്റ് വൺ ബി നോക്കിയേ. Now let's conduct a debate in the class on the topic use of technology, a boon or a bane. ടെക്നോളജി ഉപയോഗിക്കുന്നുള്ളത് ശാപമാണോ നന്മയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഡിബേറ്റ്. യു ക്യാൻ ഫോം 2 ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പ്സ് ഫോം ചെയ്യാം. ഈച്ച് ഗ്രൂപ്പ് മേ സീക്ക് ടു ജസ്റ്റിഫൈ വൺ ആസ്പെക്ട് ഓഫ് ദ ടോപ്പിക്. ഓരോ ഗ്രൂപ്പും ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അതായത് ഈ ടോപ്പിക്കിലെ ഒരെണ്ണം, മെറിറ്റ്സിനെ പറ്റി പറയുന്നവർ അതിനെപ്പറ്റി പറയും, ഡിമെറിറ്റ്സിനെ പറ്റിയാണെങ്കിൽ അത്. വൺ പേഴ്സൺ കുഡ് ടേക്ക് ദ റോൾ ഓഫ് മോഡറേറ്റർ ടു ഫെസിലിറ്റേറ്റ് ഡിബേറ്റ്. ഒരാൾക്ക് മോഡറേറ്ററിൻ്റെ റോൾ കൊടുക്കാം. ലെറ്റ്സ് ലിസ്റ്റ് ദ പോയിന്റ്സ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് എയിൽ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. എന്താണ് നോക്കിയേ, വേറെ പോയിന്റ്സ് എന്തൊക്കെയാണ്? ടെക്നോളജി വന്നാൽ എഫിഷ്യൻസി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടി. എൻഹാൻസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി, അല്ലെ, കമ്മ്യൂണിക്കേഷൻ കൂടി, കണക്ടിവിറ്റി കൂടി. ഫെസിലിറ്റേറ്റ്സ് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഒരുപാട് ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നുണ്ട്, ഫോണും ടെക്നോളജി ഉപയോഗിച്ച് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രൈവ്സ് ഇന്നോവേഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇക്കണോമിക്കലി സാമ്പത്തികമായിട്ടും ഗ്രോത്ത് ഉണ്ട്. ഇംപ്രൂവ്സ് ഹെൽത്ത് കെയർ ത്രൂ അഡ്വാൻസ്ഡ് മെഡിക്കൽ ടെക്നോളജി. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല മെഡിക്കൽ ടെക്നോളജി വരുമ്പോൾ ഹെൽത്ത് കെയറും കൂടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് ബി നോക്കിയേ. ഹാംഫുൾ ഇഫക്ട്സ്, ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലേ. ജോലിയൊക്കെ റോബോട്ട്സും AI ഒക്കെ ചെയ്യുന്നു, ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവണം, അല്ലേ, ഡ്യൂ ടു ഓട്ടോമേഷൻ. പൊട്ടൻഷ്യൽ ഫോർ മിസ്യൂസ് ഓഫ് ടെക്നോളജി ഫോർ സർവൈലൻസ് ഓർ മാനിപ്പുലേഷൻ. ഈ പറയുന്ന സർവൈലൻസിൻ്റെ പേരിൽ ടെക്നോളജി മിസ്യൂസ് ചെയ്യാം. ക്യാൻ ലീഡ് ടു സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് ഡിക്രീസ്ഡ് ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ. ടെക്നോളജി വരുമ്പോൾ ആളുകൾ എല്ലാവരും ഫോണും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ കുറയും. റേസസ് കൺസേൺസ് അബൌട്ട് ഡാറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. നമ്മുടെ ഡാറ്റയൊക്കെ എത്ര പ്രൈവസി ഉള്ളിടത്താണ്, അതൊക്കെ പ്രശ്നമാവും, അല്ലേ. നമുക്ക് സെക്യൂരിറ്റി ഉണ്ടോ, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഈ പറയുന്ന പ്രൈവറ്റ് ഇൻഫർമേഷനൊന്നും സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയാണിപ്പോൾ. മേ കോൺട്രിബ്യൂട്ട് ടു അഡിക്ഷൻ ഓർ ഓവർ റിലയൻസ് ഓൺ ടെക്നോളജി. ഇതെന്താണ്, അഡിക്ഷൻ ഉണ്ടാവും, അതേപോലെ ടെക്നോളജീനെ കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ
എന്താ പറയുക മെറിറ്റ്സും ഡിമെറിറ്റ്സും. യു മേ യൂസ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഡിബേറ്റ്. ഡിബേറ്റ് നടത്താനും പറയണേ ഈ പറയുന്ന സെൻറ്റൻസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പറയുന്നതിനൊക്കെ മുമ്പേ നമുക്ക് എന്താ പറയുക ഇത് ആഡ് ചെയ്യും സെൻറ്റൻസ്. അതായത് തുടങ്ങുമ്പോൾ വെൽക്കം എവ്രി വൺ ടു ടുഡേയ്സ് ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് യൂസ് ഓഫ് ടെക്നോളജി എ ബൂൺ ഓർ ബെയിൻ. ഫ്രം അവർ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ പറയാം. അത് നിങ്ങൾ ഡിബേറ്റ് ക്ലാസ്സിൽ നടത്താനാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ആക്ടിവിറ്റി 2, ദ നറേറ്റർ ട്രൈസ് ടു കൺവിൻസ് ദ മുനിസിപ്പൽ ചെയർമാൻ ടു ബൈ ദ റോഡ് എഞ്ചിൻ. നറേറ്റർ മുനിസിപ്പൽ ചെയർമാനെ കൺവിൻസ് ചെയ്യാണ് റോഡ് എഞ്ചിൻ മേടിക്കാൻ പറഞ്ഞിട്ട്. നൗ ലെറ്റ്സ് എനാക്ട് ദ സീൻ ആഫ്റ്റർ പ്രിപ്പയറിങ് എ സ്ക്രിപ്റ്റ്. അപ്പോൾ ഈ സീൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സ് 2 പേരുള്ളൂ, നറേറ്ററും മുനിസിപ്പൽ ചെയർമാനും. നറേറ്റർ എന്താ ട്രൈങ് ടു സെൽ ദി റോഡ് എഞ്ചിൻ സെൽ ചെയ്യാൻ നറേറ്റർ ശ്രമിക്കുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ഡിസൈഡിങ് വെദർ ടു ബൈ ദ റോഡ് എഞ്ചിൻ മേടിക്കണോ എന്ന് തീരുമാനിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഫോർ ദ സീൻ. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ എന്താ പറയുക സ്ക്രിപ്റ്റ് ഫോർ ദ സീനിൻ്റെ സ്ക്രിപ്റ്റ് നോക്കാം. നറേറ്റർ: ഗുഡ് ഡേ ചെയർമാൻ സർ. അപ്പോൾ വിഷയമാണ് അദ്ദേഹം. ഐ ഹാവ് ഗോട്ട് എ ഫെൻറ്റാസ്റ്റിക് ഡീൽ ഫോർ ദ മുനിസിപ്പാലിറ്റി. എനിക്കൊരു നല്ലൊരു ഡീലുണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക്. ഐ ഹാവ് വോൺ ദിസ് ടോപ്പ് നോച്ച് റോഡ് എഞ്ചിൻ ഇൻ എ ലോട്ടറി. എനിക്ക് ഒരു ലോട്ടറിയിൽ ഇത്രയും നല്ലൊരു എന്താ പറയുക ടോപ്പ് നോച്ച് റോഡ് എഞ്ചിൻ കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഫോർ മെയിൻറ്റെയിനിങ് റോഡ്സ് ഇൻ അവർ ടൗൺ. ഇത് പെർഫെക്റ്റാണ് റോഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് വിൽ മേക്ക് റോഡ് വർക്ക് എഫിഷ്യൻറ്റ്. റോഡിലെ വർക്ക് എല്ലാം എഫിഷ്യൻ്റ് ആക്കും. ആൻഡ് ബൂസ്റ്റ് ടൗൺസ് ഇൻഫ്രാസ്ട്രക്ചർ. ടൗണിലെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം, അതായത് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ബിൽഡിങ്സ് റോഡ്സ് എല്ലാം നന്നാക്കും. അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ്ഡ് ആക്കും. മുനിസിപ്പൽ ചെയർമാൻ: റോഡ് എഞ്ചിൻ യൂസേ. നിങ്ങളെന്താ പറഞ്ഞത്? റോഡ് എഞ്ചിനോ? ഹൗ മച്ച് ആർ യു ആസ്കിങ് ഫോർ ഇറ്റ്? എത്ര രൂപയാണ് ഇനി ചോദിക്കുന്നത്? ആൻഡ് ഈസ് ഇറ്റ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ? നല്ല വർക്കിംഗ് കണ്ടീഷനിലാണോ? വി ഡോണ്ട് വോണ്ട് എനി ട്രബിൾ വിത്ത് ഓൾഡ് മെഷീനറി. പഴയ മെഷീൻസ് ഒന്നും കൊണ്ടുവന്ന് ഇനിയും പുതിയ പ്രശ്നങ്ങൾ വേണ്ട. സർ, ഐ എം ഓഫറിംഗ് ഇറ്റ് അറ്റ് എ വെരി റീസണബിൾ പ്രൈസ് കൺസിഡറിങ് ഇറ്റ്സ് വാല്യൂ. സർ, ഇത് ഞാൻ ഭയങ്കര റീസണബിൾ വിലയ്ക്കാണ് വിൽക്കുന്നത്. ആൻഡ് യെസ്, ഇറ്റ്സ് ഫങ്ഷണൽ. ഇത് ഫങ്ഷൻ ചെയ്യും. ഓഫ് കോഴ്സ് ദർ വാസ് എ ബിറ്റ് ഓഫ് മിസ് അഡ്വെഞ്ചർ വെൻ ഐ ട്രൈഡ് മൂവിങ് ഇറ്റ്. ശരിയാണ്, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ മൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ. ഹിറ്റ് എ വാൾ ആൻഡ് ഓൾ. ഒരു മതിൽ ചെന്നടിച്ചിട്ടു. ബട്ട് ഇറ്റ്സ് ഫിക്സിബിൾ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്, ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് തിങ്ക് ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് ടൗൺസ് റോഡ്. ടൗണിലെ റോഡുകളുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. മുനിസിപ്പൽ ചെയർമാൻ: എ മിസ് അഡ്വെഞ്ചർ യു സേ? ഹിറ്റ് എ വാൾ. എന്ത്? ഒരു വാള് ഇടിച്ചിട്ടുന്നോ? ഐ എം നോട്ട് ഷുവർ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ബൈങ് എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് ദാറ്റ്സ് ഓൾറെഡി കോസ് ഡാമേജ് ആൻഡ് ട്രബിൾ. എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ, ഓൾറെഡി പ്രശ്നം ഉണ്ടാക്കിയ ഒരു മെഷീൻ മേടിക്കുന്നു. വാട്ട് ഡു യു സേ ടു ദാറ്റ്? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നറേറ്റർ: വെൽ സർ, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ. ആക്സിഡൻറ്റ്സ് സംഭവിക്കും. ബട്ട് ദിസ് റോഡ് എഞ്ചിൻ ഇസ് എ പ്രൈസ് വിന്നർ. ഇത് പ്രൈസ് വിന്നറാണ്. ഇറ്റ് വിൽ പേ ഫോർ ഇറ്റ് സെൽഫ് ഇൻ നോ ടൈം വിത്ത് ദ വർക്ക് ഇറ്റ് വിൽ ഡു. അത് ഇത്രയും ചെയ്താലും അതിന് ഇത്രയും പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ വർക്ക് ഇത് ചെയ്യുമ്പോൾ ഈ പറയുന്ന എല്ലാ പൈസ അതിൽ നിന്ന് സെറ്റിൽഡ് ആയിക്കോളും. ആൻഡ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി വെയർ ഇറ്റ് എൻറ്റർഡ് അപ്പ് ആഫ്റ്റർ ദ എർത്ത് ക്വേക്ക് ഇസ് ആക്ച്വലി ഗോയിങ് ടു പേ ഓഫ് മൈ ഡെറ്റ്സ്. അതായത് ആ മതിലിടിച്ച് വീണല്ലോ, അതിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ ഓണർക്കുള്ള എന്താ പറയുക ഇത് എന്താ പേ ചെയ്തോളും. ഓക്കെ, ഈ പൈസ പേ ചെയ്തോളും. ഈ എനിക്കുണ്ടായ നഷ്ടത്തിൻ്റെ എല്ലാം പൈസ പേ ചെയ്തോളും. അതായത് പ്രോപ്പർട്ടി ഓണറല്ല പറയുന്ന എന്താ പറയുക വെല്ലിൻ്റെ ഓണർ. ഓക്കെ, ഓണർ ഓഫ് ദ വെൽ വേർ ഇറ്റ് എൻഡഡ് അപ്പ് ആഫ്റ്റർ ദ എർത്ത് ക്വേക്ക് ഇസ് ആക്ച്വലി ഗോയിങ് ടു പേ ഓഫ് മൈ. അങ്ങനെയാണ് ഓണർ ഓഫ് ദ വെൽ. ഓക്കെ, ദെൻ സോ ഇറ്റ്സ് ലൈക്ക് എ വിൻ വിൻ. അതൊരു വിൻ വിൻ പോലെയാണ്. മുനിസിപ്പൽ ചെയർമാൻ സ്കെപ്റ്റിക്കൽ ലാഫ്: എ വിൻ വിൻ ബിക്കോസ് ആൻ എർത്ത് ക്വേക്ക് ഹെൽപ്ഡ് യു. വിൻ വിന്നോ? എന്താ എർത്ത് ക്വേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ? ഐ തിങ്ക് വി വിൽ പാസ് ഓൺ ബൈയിങ് ദിസ് പെർട്ടിക്കുലർ റോഡ് എഞ്ചിൻ. താങ്ക് യു. വി ഡോണ്ട് നീഡ് ദ ഹെഡേക്ക്. ഞാനിത് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, എനിക്ക് തലവേദന വേണ്ട എന്ന് പറയാണ് ചെയർമാൻ. നറേറ്റർ ഡിസപ്പോയിൻറ്റഡ്: ഓ സർ, ഐ വാസ് ഹോപ്പിംഗ്. ഓൾ റൈറ്റ് സർ, താങ്ക് യു ഫോർ കൺസിഡറിങ് ഇറ്റ്. ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളിത് മേടിക്കുന്നത്. താങ്ക് യു ഫോർ കൺസിഡറിങ്. നല്ലത് കൺസിഡർ ചെയ്യുന്നതിന് താങ്ക്സ് പറഞ്ഞിട്ട് അവസാനിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക എൻജിൻ ട്രബിൾ എന്ന് പറയില്ലേ പറഞ്ഞ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ.
എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.